ഇവിടുത്തെ പേപ്പേഴ്സൊക്കെ നല്ല പേപ്പേഴ്സായിരുന്നു. ഈ നീറ്റിന് വന്ന പോലത്തെ നമ്മളൊന്നും കൂടി ചിന്തിച്ച് എഴുതേണ്ട, കുറച്ചും കൂടെ സമയം എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ബേസ് ഉള്ളവർക്കാണെങ്കിൽ നല്ലത് TND തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഡോപ്പയിലെ TND ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് TND ബാച്ചിൽ ചേർന്നപ്പം മറ്റേ ബാച്ചിൽ നിന്ന് വ്യത്യാസം തോന്നിയത്, അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിന് കുറേ സമയം കൊടുക്കണം, പിന്നെ അതിന് കഴിഞ്ഞിട്ട് ലൈവ് അറ്റൻഡ് ചെയ്യണം. അതൊന്നും കുറച്ച് ബേസുള്ള ആൾക്കാർക്ക് വേണ്ട. നമുക്ക് ഡയറക്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് 2 ദിവസം തരും പഠിക്കാൻ, ഒരു 3 ടോപ്പിക്കും തരും. അത് നമുക്ക് നല്ല സുഖമായിട്ട് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പഠിക്കാം. നമ്മളതിൽ ഓൾറെഡി നോട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ക്ലാസ് കാണേണ്ട ആവശ്യമില്ല. ഫുൾ ടൈം നമുക്ക് ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ട് ഫുള്ള് നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നല്ലൊരു എക്സാമും കിട്ടും, ഒരു 60 ക്വസ്റ്റ്യൻസുള്ള എക്സാമും. ആ ഒരു പേപ്പർ ചെയ്താൽ തന്നെ നമുക്ക് ആ ചാപ്റ്റർ ഫുള്ളാവും. പിന്നെ സെക്കൻഡ് സീരീസും തുടങ്ങും. ഒരു 3-4 വട്ടം TNDയിൽ റിവിഷൻ കഴിയും. നമ്മൾ TND ബാച്ചിൽ ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം ഡേ ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് ആ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഇനി അന്ന് നമുക്ക് തീർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ ചോദിച്ചാൽ അത് എക്സ്ട്രാ തരും. അത് നമുക്ക് മൊത്തം ഡൗട്ട് ചോദിക്കാം. കഴിഞ്ഞ ഈ നീറ്റിന് ഒരു 450 എബോ മാർക്കുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് TND ചൂസ് ചെയ്യാം. വേറൊരു ബാച്ചിൽ പോയി സമയം വേസ്റ്റ് ആക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ല സെൽഫ് സ്റ്റഡി ചെയ്ത് TNDൻ്റെ ബാച്ചിൽ ചേരുന്നതായിരിക്കും നല്ലത്. അവിടെ ആകുമ്പോൾ നമുക്കൊന്നും കൂടി ക്വസ്റ്റ്യൻ എക്സ്പോഷറും ഒക്കെ കൂടുതലായിരിക്കും. ഇപ്രാവശ്യം TND ബാച്ചിൽ നിന്ന് നീറ്റ് ക്രാക്ക് ചെയ്ത സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ ഞാൻ പറയാണ്, നമ്മൾ ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യാൻ റെഡിയാണ്. അത്യാവശ്യം ബേസുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ TND ബാച്ച് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും.